ഒരു കടച്ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു മസാല കറി ഉണ്ടാക്കാം. അതിന് വേണ്ട ആവശ്യമായ സാധനങ്ങൾ: തേങ്ങ ആവശ്യത്തിന്, 2 ഗ്രാമ്പു, വെളുത്തുള്ളി ഒരു 4-5 അല്ലി, ചെറിയ ഉള്ളി. ഇത് നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്ത് ഇത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് കുക്കറിൽ വേവിച്ചെടുക്കാൻ പോവുകയാണ്. കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കടച്ചക്ക. 2 തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ച് കുക്കർ അടുപ്പത്ത് വയ്ക്കുക. അപ്പോൾ സ്റ്റവ് കത്തിച്ചിട്ടുണ്ട്. കുക്കർ അടച്ചു കൊടുക്കുക. ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. വിസിൽ വന്നിട്ടുണ്ട്. സ്റ്റവ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങ വറക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ഗ്രാമ്പു, 4-5 അല്ലി വെളുത്തുള്ളി, ചെറുള്ളി ഇതിട്ടൊന്ന് മൂത്ത് വരണം. ജീരകം പറയാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ ഒരു നുള്ളി പെരുംജീരകം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ചുമന്ന രൂപത്തിൽ ഇത് നമുക്ക് വറുത്തെടുക്കണം. തേങ്ങ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, എരിവ് ആവശ്യത്തിന്. ഒന്ന് സ്റ്റവ് ഓഫാക്കി കൊടുക്കാം. ഈ തീയിൽ ചൂടിലിരുന്നിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി നമുക്ക് അരച്ചെടുക്കാം. നമ്മളെ കടച്ചക്ക നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ നന്നായി തേങ്ങ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കടച്ചക്കയിലേക്ക് ചേർത്തി കൊടുക്കാം. അരപ്പൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കറി നന്നായി തിളച്ച് കുറുകി വരണം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കറിയിലേക്ക് വറവിടണം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കാം. കൂടെ 2-3 ചെറിയുള്ളി അരിഞ്ഞതും 2-3 വെളുത്തുള്ളി ചതച്ചെടുക്കണം. ആവശ്യത്തിന് കറിവേപ്പില. ഇത് എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിച്ചെടുക്കണം. ചെറിയുള്ളി ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം, 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് വറുത്തെടുത്ത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം എല്ലാവരും ഈ കടച്ചക്ക മസാലക്കറി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.